ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്പാർക്ക് ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ റൂമിന് വെളിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. സോ അപ്പം കുറച്ച് സൗണ്ട്സൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസാണ്. അത് അവരുടെ ക്വയറീസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് അതൊന്ന് ഗോ ത്രൂ ചെയ്യാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഏകദേശം എനിക്കൊരു കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ട്. സോ അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് നോക്കി പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പെൻസാണ് മാലയിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോയ്ക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതും ചോദിച്ചിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ വീഡിയോസായിട്ടും ഷോർട്ടായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റിലത്തെ ഒരു വീഡിയോ മാത്രമാണ് എല്ലാവരും കാണുന്നതെന്ന് തോന്നുന്നു. സോ ദയവ് ചെയ്തിട്ട് എൻ്റെ ബാക്കി വീഡിയോസും കൂടെ എല്ലാവരും കാണുക. അതിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം വേണ്ടതായ എല്ലാ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാം. എനിവേ ഞാനിതെല്ലാം ഒന്നും കൂടെ പറഞ്ഞു പോവാം കേട്ടോ. സോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് കിഡ്സിൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ മാലയിൽ വന്നാലുള്ള എക്സ്പെൻസും ആയിരുന്നു. കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയമാണ് നമുക്ക്. പ്ലസ് ഇവിടുത്തെ ലാംഗ്വേജായ ദിവഹിയും ഇവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10th സ്റ്റാൻഡേർഡ് വരെയാണ് നമുക്ക് ഐലൻഡുകളിൽ നമുക്ക് സ്കൂളുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം നമുക്ക് മാലയിലേക്ക് പോകണം. അവിടെയാണ് ബാക്കി കണ്ടിന്യൂവേഷൻ സ്റ്റഡീസ് എല്ലാം പോകുന്നത് കേട്ടോ. അപ്പം സ്റ്റഡീസിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി അറിയാലോ, കേംബ്രിഡ്ജിൻ്റെ കീഴിലുള്ളതാണ് ഇവിടുത്തെ സിലബസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എക്സാം കുറച്ചൊക്കെ ടഫും കാര്യങ്ങളൊക്കെയാണ്. എക്സാം അല്ല, ഓരോ ക്ലാസ്സും ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ട് ഇച്ചിരി ടഫാണ് പഠിക്കാനൊക്കെ. അപ്പം കേംബ്രിഡ്ജ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയെ പറ്റി അറിവുള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇവിടുത്തെ സ്റ്റഡീസ് സ്റ്റഡീസ് മുന്നോട്ട് പോവുകയെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയാൻ. നെക്സ്റ്റ് ചോദിച്ചിരുന്നത് എക്സ്പെൻസ് ആയിരുന്നു. എക്സ്പെൻസ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല, കാര്യം അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ കൂടെ ചെയ്താൻ ഒരുപാട് ലാഗായിപ്പോൾ, അപ്പം ഞാൻ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം എക്സ്പെൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് ആയിരുന്നു. അതിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നത്തെ ഞാനൊരു വീഡിയോയിൽ ഞാൻ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പിന്നെയും ചോദിക്കുന്നുണ്ട് എമോജിലോട്ടുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്നൊക്കെ. സോ അപ്പം അതും കൂടെ ഞാനൊന്ന് പറയാം. ഞാൻ ആ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന ആ ഒരു ഏജ് അല്ല ഇപ്പം കറൻ്റ്ലി അപ്ഡേറ്റ് വന്നതിൽ ചേഞ്ചസ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് MOH മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമ്പോൾ നമുക്ക് ബിലോ 35 ആണ് ഇപ്പം മിനിസ്ട്രി നമുക്ക് തന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ബിലോ 35 താഴെയുള്ള എല്ലാവർക്കും MOHലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഹോസ്പിറ്റലിലോട്ട് ഇപ്പം 40 to 45 ആണ്, പക്ഷേ 40ക്കും ബിലോയാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാര്യം ഇപ്പം എബോവ് 40 വരുമ്പോൾ മേ ബി ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ബിലോ 40 ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അപ്പം എത്രയും പെട്ടെന്ന് വേക്കൻസി വരുന്നതനുസരിച്ചിട്ട് മാലയിലോട്ട് പോരാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ID ഫസ്റ്റ് കമൻസായിട്ട് താഴെ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പം അതിനകത്തോട്ടൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി വിസയിൽ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു.
അപ്പോൾ അതും പറയുകയാണെങ്കിൽ എനിക്കിതിന് മുന്നേ ഒരു കഥയുണ്ട്. കഥയല്ല, ഇതിന് ഫസ്റ്റ് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ജോലി ചെയ്യാം, ഇവിടെ വന്നിട്ട് ജോലി കിട്ടുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയുടെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്, കമൻറ്റ് വന്നിരുന്നത് നമുക്ക് മാലയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റി ആ വീഡിയോയിൽ തരണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല, അങ്ങനെയാണ്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിരുന്നു. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ ആൻസർ ചെയ്തത്. ജോലി ചെയ്യണതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മളിപ്പം ഏതെങ്കിലും എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഹോട്ടലിലോട്ടോ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അവരവരുടേതായ സ്വന്തം വർക്ക് പെർമിറ്റിൽ വേണം നമുക്ക് ജോലി ചെയ്യാൻ, മനസ്സിലായോ? അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഡിപ്പെൻഡൻസിയിൽ വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഞാൻ അങ്ങനെയായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ അവരവരുടെ സ്വന്തം വർക്ക് പെർമിറ്റിലും കൂടെ വേണം നമ്മൾ ജോലി ചെയ്യാൻ, അല്ലാത്ത പക്ഷം അത് ഇല്ലീഗലാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു കമൻറ്റ് ഇട്ടയാൾ എസ്പെഷ്യലി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്, താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് എനിക്കതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മന്തിൽ നമ്മുടെ വിസ 3 മന്ത് കൂടുമ്പോൾ റിന്യൂ ചെയ്യണോ എന്നുള്ളതായിരുന്നു. അങ്ങനെയല്ലടാ, നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് നേഴ്സായിട്ട് വരുന്നവരല്ല, ഡിപ്പെൻഡൻസിയിൽ വരുമ്പം നമുക്ക് 90 ഡേയ്സ് ആയിരിക്കും നമുക്ക് മാൽദീവ്സിലെ എയർപോർട്ടിൽ നിന്ന് അവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിസിറ്റിങ്ങിന് വരുന്ന പോലെ 3 മന്ത് ടൈമാണ് നമുക്ക് തരിക. ഡിപ്പെൻഡൻസിയിൽ വരുന്നവർക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 3 മന്ത് തരും. അതിന് ശേഷം നമ്മൾ അത് റിന്യൂ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, റിന്യൂ ചെയ്യുന്നതിനൊപ്പം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസും കൂടെ ഡിപ്പെൻഡൻസിയിൽ വരുന്നവർക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ, അതായത് നമ്മൾ റിന്യൂ ചെയ്യുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയറാണ്. ഓക്കെ, നമ്മൾ 1 ഇയർലി ആണ് നമ്മൾ റിന്യൂ ചെയ്യുന്നത്, 3 മന്ത്ലി അല്ല കേട്ടോ. പിന്നെ നേഴ്സായിട്ട് വരുന്നവരുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ 2 ഇയറിലോട്ടായിരിക്കും നമ്മുടെ വിസ. 2 ഇയർ കഴിഞ്ഞിട്ട് പിന്നെ 1 ഇയർലി റിന്യൂ ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ. എനിക്കറിയില്ല, ഇതെൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, DM ചെയ്തിട്ടാണെങ്കിലും അല്ലാതെയും ഒക്കെ ഒത്തിരി പേര് കമൻസ് ചോദിക്കുന്നുണ്ട്. ചേച്ചി MOHലോട്ടുള്ള അക്കോമഡേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ സെപ്പറേറ്റ് 2 വീഡിയോസ് അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് എല്ലാവരും കാണണം. അപ്പോൾ അക്കോമഡേഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു പോകാം. അക്കോമഡേഷൻ നമുക്ക് മിനിസ്ട്രിയുടെ കീഴിൽ വരുമ്പം, അതായത് MOHലോട്ട് വരുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് MOH എന്ന് പറഞ്ഞാൽ ഐലൻഡുകളിലോട്ടായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ ഐലൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ ഓൾറെഡി മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സെയിം ടൈം IGMH ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റിലത്തെ ഒരു 2 to 3 മന്ത്, 2 മന്ത് ആയിരിക്കും അത്. കാൻഡിഡേറ്റ്സ് ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മൾ മേ ബി അതൊരു 1 മന്തിലോട്ടൊക്കെ മാറേണ്ടി വരും. 1 to 2 മന്ത്. ഓക്കെ, ആ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തണം റൂം നെക്സ്റ്റ് നമുക്ക് മാറി താമസിക്കാനുള്ളത് കേട്ടോ. ഇനിഷ്യലി വരുമ്പോൾ നമ്മളൊരു ഹോസ്റ്റലോ അല്ലെങ്കിൽ നമുക്കൊരു 2-3 പേര് കൂടിയിട്ടൊരു റൂമോ അങ്ങനെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമ്മളത് സെർച്ച് ചെയ്ത് നമ്മൾ തന്നെ മാറണം കേട്ടോ. ഓക്കെ, അക്കോമഡേഷൻ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ് വെയിറ്റ്. നമ്മൾ മാലയിലോട്ട് വരുമ്പോൾ, അതായത് കൊച്ചി ടു മാലേ ലഗേജ് വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ലഗേജ് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 1 പേഴ്സൺ ആണ് കേട്ടോ. ടോട്ടൽ 27 kg പെർ ഹെഡാണ് നമുക്ക് അലോഡ് ഉള്ളൂ. 20 നമ്മുടെ ലഗേജും പ്ലസ് 7 kg ക്യാരി ബാഗുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ലിസ്റ്റ് പറഞ്ഞതിന് പ്രകാരം എല്ലാം വലിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ 20 kg എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും. പക്ഷേ നമ്മൾ പാക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പകുതി മുക്കാൽ സാധനം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വരേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കുറച്ചായിട്ട് ലഗേജ് പാക്ക് ചെയ്യുക. 20ക്കുള്ളിൽ വരിക. ഇപ്പോൾ അറിയാലോ, നമുക്ക് ലഗേജൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുക്കണം. സോ അപ്പം അത്രയും എമൗണ്ട് കൊടുക്കാനില്ലാത്തവരും ഉണ്ട്, ഉള്ളവരും ഉണ്ട്. ഇല്ലാത്തവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയേക്കാണ് എയർപോർട്ടിൽ. സോ അപ്പോൾ ലഗേജൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ടീച്ചിങ് ജോബ് അപ്ലൈ ചെയ്യാറായോ എന്ന് പറഞ്ഞിട്ട് ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി. നമുക്ക് ടീച്ചിങ് പ്രൊഫഷനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ഞാനിവിടെ ഉള്ള ഒരു സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ അനുസരിച്ച് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് വരുന്നവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ വൈബർ എന്ന് പറയുന്നത് നമ്മുടെ സെയിം വാട്സപ്പ് പോലെ മാൽദീവ്സിലുള്ളൊരു സംഭവമാണ്, ഒരു ആപ്പാണ്. അപ്പോൾ വൈബറിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഗ്രൂപ്പിൽ ഇപ്പോൾ വൈബറിൽ തന്നെയല്ല, വേറെ ഏതൊക്കെയോ ആപ്പിൽ ഒക്കെ ഉണ്ട് ആ ഒരു പർട്ടിക്കുലറായിട്ട് ടീച്ചിങ് ഫീൽഡിൻ്റെ ഒരു ഗ്രൂപ്പ്. സോ അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യും അവർ ടീച്ചിങ്ങിൻ്റെ വേക്കൻസി വരുമ്പം. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ എനിക്കറിയില്ല. അപ്പം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിൻ്റെ വേക്കൻസി ഉണ്ടോയെന്നായിരുന്നു. അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അക്കൗണ്ടിൻ്റെ വേക്കൻസി ഉണ്ടോയെന്നായിരുന്നു. അപ്പം എനിക്ക് ആ കമൻറ്റ് ഇട്ട വ്യക്തി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മാൽദീവ്സിലെ മോസ്റ്റ് ഓഫ് ടൈം ലോക്കൽസിൻ്റെ തന്നെയാണ് അവരെടുക്കുക. കാര്യം പൈസയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഐലൻഡിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേ ഞങ്ങളുടെ ഈ ഏരിയാസൊക്കെ ഫുള്ള് ലോക്കൽസ് തന്നെയാണ് അക്കൗണ്ടൻ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അക്കൗണ്ടൻ്റായിട്ട്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇതിന് തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് സെയിം തന്നെയാണ്, റിപ്പീറ്റ് അടിച്ച് 2-3 വന്നതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോബ് എങ്ങനെയുണ്ടെന്നുള്ളതായിരുന്നു. അപ്പം ജോബ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് 8 അവർ ഡ്യൂട്ടി ഉള്ളൊരു ഹെൽത്ത് സെൻ്ററാണ് എൻ്റെ. പെർ ഡേ 8 അവറേ നമുക്കുള്ളൂ. മോർണിംഗ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 to 2 o'clock വരെയാണ്. അത് കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല, ഞങ്ങൾക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത് 8 അവർ ആയതുകൊണ്ട്. സോ ഈവനിങ് ടൈമിലും പേഷ്യൻ്റ് വരാം. സോ അതുകൊണ്ട് ഈവനിങ് ടൈമിൽ 8 to 10 o'clock വരെയാണ്, അതായത് നൈറ്റ്. സോ അപ്പോൾ അങ്ങനെ ടോട്ടൽ 6+2 8 അവറാണ് ഞങ്ങൾക്ക് വരുന്നത്. ഡ്യൂട്ടി വൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, കാം ആൻഡ് ക്വയറ്റായിട്ട് ഡ്യൂട്ടി ചെയ്യാം. അങ്ങനെ വലിയ മെൻ്റൽ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാലും കുളിക്കാൻ പോയാലും നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്തു എന്നൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാം ആൻഡ് ക്വയറ്റായിട്ട് ജോലി ചെയ്യാം, പഴയ സാവധാനം പോയാൽ മതി. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. ഡ്യൂട്ടി വൈസ് എല്ലാം വെരി ഗുഡാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സെയിം ടൈം നമുക്ക് 24 അവർ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട്, അതായത് നമ്മുടെ അറ്റുള്ള റീജിയണൽ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അതേപോലെ IGMH ഹോസ്പിറ്റൽ, അവിടെയൊക്കെ 24 അവറാണ്. IGMH എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചുള്ള ഹോസ്പിറ്റലാണ്. കാര്യം നമ്മുടെ ഒരു മെയിൻ ഏരിയ ആണല്ലോ മാല. നമ്മൾ അറ്റോളിൽ നിന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മാല സിറ്റിയിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പേഷ്യൻറ്റിനെ. സോ അപ്പോൾ അവിടെ അത്രത്തോളം തിരക്കൊക്കെ ഉണ്ട്, അത്രത്തോളം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഓക്കെ, ഡ്യൂട്ടി വൈസ് അങ്ങനെയാണ് പറയാനുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IGMH ആണോ MOH ഹോസ്പിറ്റലാണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം അത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായി പോവും. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വിസ MOHൽ മാത്രമാണോ ഉള്ളതെന്നാണ്. ഒരിക്കലുമല്ല. നിങ്ങൾ മാൽദീവ്സിലോട്ട് ഏത് ഹോസ്പിറ്റലിലോട്ട് വന്നാലും നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ഹസ്ബൻഡിനെയോ കുട്ടികളെയോ അമ്മയോ അച്ഛനെയോ ആരെ വേണമെന്നാൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. MOHന് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
നെക്സ്റ്റ് എന്ന് പറയുന്നത് MOH ആൻഡ് റീജിയണൽ ഹോസ്പിറ്റൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. MOH റീജിയണൽ ഹോസ്പിറ്റൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ MOHൻ്റെ കീഴിൽ തന്നെ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ വരുന്നതാണ് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. റീജിയണൽ ഹോസ്പിറ്റലിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ അറ്റോൾ ഹോസ്പിറ്റലുകളാണ്. ഓക്കെ, റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മുടെ ഒരു മെയിൻ ഒരു ഏരിയ, ഒരു അറ്റോള്, അതിൻ്റെ കീഴിൽ ഒരു 10-12 ഐലൻഡുകൾ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മാൽദീവ്സിൽ വരുന്നത്. കുറച്ചും കൂടെ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഞാൻ സ്വയമായിട്ട് കണ്ടുപിടിച്ച എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്, നമുക്കൊരു പഞ്ചായത്തുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത്, അതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് വാർഡുകൾ. ഓക്കെ, അതാണ് ആ ഒരു പിക്ചർ സെയിം ആണ് നമ്മുടെ മാൽദീവ്സിൽ വരുമ്പോഴും. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാലയിൽ വരുമ്പോൾ അത് അറ്റോളെന്നാകും, വാർഡുകൾ എന്നുള്ളത് ഐലൻഡുകളാകും. അത്രയും ഡിഫറൻസേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ അറ്റോൾ എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി നേരം മുന്നേ പറഞ്ഞതുപോലെ തന്നെ അറ്റോൾ ഹോസ്പിറ്റൽ നമുക്ക് എപ്പോഴും 24 hour ആയിരിക്കും. അവിടെയാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉള്ളത്. നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒള്ളി ഈ ഫസ്റ്റ് എയ്ഡ് കണക്കെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അതിൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ അറ്റോളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി അറ്റോളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്നും എന്തെങ്കിലും ഹയർ സർജറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മാലയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു റുട്ടീൻ പോകുന്നത് കേട്ടോ. അപ്പം ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. റീജിയണൽ ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. MOH ഐലൻഡുകളിൽ MOH ഉദ്ദേശിച്ച ഐലൻഡാണെന്ന് തോന്നുന്നു, സോറി. MOHൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ MOH എന്ന് പറയുന്നത് 2 സെയിം ആണ്. ഐലൻഡിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റീജിയണലിലോട്ട് വരുമ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ സാലറിയിൽ റീജിയണൽ ഹോസ്പിറ്റലിൽ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ സാലറി നമ്മുടെ സർവീസ് അലവൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് 24 hour ഷിഫ്റ്റ് ഉള്ളിടത്ത് കൂടുതലായിരിക്കും. ഒരു 180 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അപ്പം അത് നമ്മുടെ ഒരു ടോട്ടലി ഉള്ള നമ്മുടെ സാലറിയിലോട്ട് അത് ഇൻക്ലൂഡ് ആകും. അപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും ബാക്കിയുള്ള ഐലൻഡ് സാലറി വെച്ച് നോക്കിയാൽ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിവിടെ വരുന്ന ജോബ് കോൺട്രാക്റ്റ് ആണോ അതോ പെർമനൻ്റ്ലി, എങ്ങനെയാണ് ഇവിടുത്തെ ജോബ് എന്നാണ് ഉദ്ദേശിച്ചത്, ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നമുക്കിത് കോൺട്രാക്ട് ബേസ്ഡ് ആണ്. നമുക്ക് ഓഫർ ലെറ്റർ വരുമ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും 2 year കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഇയർലി കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണം കേട്ടോ. ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ ഒരു ഒരു 14th, ഒരു August 14th നമ്മൾ നമ്മുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ, ഇപ്പോൾ ഒരു 2025 August ഒരു 14th നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതെങ്കിൽ 2026 August 13th ഒരു ദിവസം മുന്നേ നമ്മുടെ കോൺട്രാക്റ്റ് തീരും. അപ്പോൾ നമ്മൾ ഇത് പ്രയർ ടു നമ്മുടെ കോൺട്രാക്റ്റ് എന്നാണോ തീരണേ അതിന് പ്രയർ 3 month മുന്നേ നമ്മൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അത് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി പോണത്. ഇനി പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. നമ്മൾ ഇനിഷ്യലി വരുമ്പോൾ നമുക്ക് മാൽദീവ്സിൽ എവിടെ വന്നു കഴിഞ്ഞാലും ആസ് എ നേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി ആയിരിക്കും നമ്മുടെ പോസ്റ്റ്. വൺസ് നമ്മുടെ എക്സാം, മാൽദീവ്സ് കോമ്പിറ്റൻസി എക്സാം, അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ എക്സാം പാസ്സായതിന് ശേഷമാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. പെർമനൻ്റ് സ്റ്റാഫ് അപ്പോഴാണ് നമ്മൾ ആവത്തുള്ളൂ. നമുക്കൊരു രജിസ്റ്റേർഡ് നമ്പറൊക്കെ അന്നേരം കിട്ടും. അങ്ങനെയാണ് നമ്മളിവിടെ പെർമനൻ്റ് ആവുള്ളൂ. വൺസ് നിങ്ങൾ എക്സാം നിങ്ങൾക്ക് ഫെയിലായി എങ്കിൽ നിങ്ങൾ തിരിച്ച് ബാക്ക് ടു ഇന്ത്യയാണ്. വേറൊരു കാര്യങ്ങളുമില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എക്സാം പാസ്സാകുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ 1 or 2 ടൈംസിലൊന്നും പാസ്സാവണമെന്നില്ല. ചിലപ്പോൾ ഒരു 4 ടൈംസിലൊക്കെ ആയിരിക്കും. എനിക്ക് 4ാമത്തെ തവണയാണ്, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ആ ടൈമിലാണ് എനിക്ക് എക്സാം കിട്ടിയത്. സോ അങ്ങനെയൊക്കെ പ്രതീക്ഷ വരാവുള്ളൂ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ കുറച്ചും കൂടെ ടഫാക്കിയിട്ടുണ്ട് എക്സാം. കുറച്ച് PDF കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം അതെല്ലാം പഠിച്ചിട്ട് നന്നായിട്ട് പോയി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. അതിൽ നമ്മൾ പാസ്സാകും തീർച്ചയായിട്ടും. വൺസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമനൻ്റ് ആയിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൾമോസ്റ്റ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഇതൊക്കെ തന്നെ റിപ്പീറ്റഡ് ആണ് പിന്നെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു മഴ തുടങ്ങിയിട്ടുണ്ട്, മഴക്കാറൊക്കെ നന്നായിട്ട് വെച്ചു. അപ്പം ഞാൻ പറയുന്നതിൽ കുറച്ച് ഇരപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അത് മഴ പെയ്ത് തുടങ്ങി ഇവിടെ. അപ്പം അടുത്തൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാ ഐ ഡി താഴെ കൊടുത്തിരിക്കാം, അതിൻ്റെ അകത്ത് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.